ഇവിടെ പേരൂർക്കടയിൽ ഏതാണ്ട് ജനസമുദ്രമാകാൻ ഇനിയും കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ തന്നെ അവിടെ വലിയ ആവേശമാണ്. BJP സ്ഥാനാർത്ഥികൾ 4 സ്ഥാനാർത്ഥികൾ ആ ക്രെയിനിന് മുകളിലുണ്ട്. ആകാശമുട്ട ഉയർന്നാണ് അവർ വോട്ട് ചോദിക്കുന്നത്. തൊട്ടപ്പുറത്ത് LDF-ന്റെയും UDF-ന്റെയും പ്രചാരണ വാഹനങ്ങളും പ്രവർത്തകരുമൊക്കെ അണിനിരന്നിട്ടുണ്ട്. വലിയ ആവേശമാണ് പേരൂർക്കടയിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ സമയത്തും എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതാണ്. അവിടെ പേരൂർക്കടയിൽ സമാനമായ കാഴ്ച ഇതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കാണുകയാണ്. ആകാശമുട്ട ഉയർന്ന് അവിടെ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, വിവിധ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ അവിടെ ജനങ്ങളോട്, പ്രവർത്തകരോടൊക്കെ വോട്ട് ചോദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങൾ പേരൂർക്കടയിൽ നിന്ന് നമ്മൾ കാണുകയാണ്. അവിടെ റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, കുന്നുകുഴി വാർഡിൽ, കുന്നുകുഴി ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥി IP ബിനുവിനൊപ്പമാണ് റിനു ഉള്ളത്. റിനു, എന്താണ് IP ബിനുവിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം? ഏതു ഭാഗത്തു കൂടിയാണ് യാത്ര ചെയ്യുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളും കാഴ്ചകളും? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കുന്നുകുഴി വാർഡ്, തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വാർഡാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി IP ബിനുവിൻ്റെ വാഹന പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ബൈക്ക് റാലിയും അതുപോലെ തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വാർഡ് മുഴുവൻ കറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. ഈ IP ബിനു എന്ന് പറയുന്നത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലടക്കം സജീവ സാന്നിധ്യമാണ്. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വാഹന പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നിമിഷങ്ങൾ മാത്രമാണ് ഈ പരസ്യ പ്രചരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത്. ആ പര്യടനം അവസാനിപ്പിച്ച് ഇവർ കുന്നുകുഴി വാർഡിന്റെ തന്നെ ബാട്ടൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനമായും ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കട ജംഗ്ഷനിലാണ്. പേരൂർക്കട ജംഗ്ഷനിൽ വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത്. അതേ ആവേശം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുക്കിലും മൂലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇത്തരത്തിലുള്ള ആവേശം നിറഞ്ഞൊരു കൊട്ടിക്കലാശം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും IP ബിനുവുമായിട്ടുള്ള പ്രചരണം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഈ ഒരു പരസ്യ പ്രചരണം അല്ലെങ്കിൽ ശബ്ദ പ്രചരണം ആരംഭിക്കുന്നത്. എന്തായാലും IP ബിനു നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് അവസാന പ്രചരണം? അതിശക്തമായി നമ്മൾ എന്തായാലും ആ വാർഡ് തിരിച്ചു പിടിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ജനങ്ങളുടെ പ്രതികരണം 100% ജനങ്ങൾ, കുന്നുകുഴിയുടെ ജനങ്ങൾ എന്നെ നെഞ്ചിലേറ്റിരിക്കുകയാണ്. അത് ഉറപ്പായിട്ട് ജനങ്ങൾ അടുത്ത് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് തദ്ദേശ സ്ഥാപനത്തിലെ ഒരു ചെയർമാൻ കൂടിയായിരുന്നു അങ്ങ്. അതെ. കോവിഡ് വന്ന സമയത്ത് 2019 20 കാലത്ത് തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്തിന്റെ ചെയർമാനായിരുന്നു. എല്ലാവിധ ആശംസകളും. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് സ്ഥാനാർത്ഥി വിജയം ഉറപ്പിക്കുന്നത്. ഇവിടെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മേരി പുഷ്പമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സിറ്റിംഗ് കൗൺസിലർ കൂടിയായിരുന്നു മേരി പുഷ്പം. ഒപ്പം ഒരു യുവജന സ്ഥാനാർത്ഥിയെയാണ് BJP-യും കളത്തിലിറക്കിയിരിക്കുന്നത്. ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് കുന്നുകുഴി ഡിവിഷനിലാണ് റിനു ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.